സന്നിധാനത്ത് നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നടപ്പന്തലാണ്. നടപ്പന്തലിൽ അല്പനേരം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. എങ്ങനെയായിരുന്നു മലകയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. നടപ്പന്തലിലെ ഈ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ? നടപ്പന്തലിലെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? നല്ല രസമുണ്ടായിരുന്നു. മഴ പ്രശ്നം ഉണ്ടായിരുന്നോ? ചെറുതായിട്ട് മഴ ഉണ്ട്, എന്നാലും കയറാം. എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? മഴയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അടിപൊളി. ആ, നല്ലതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? നന്നായിരുന്നു. നന്നായി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. മഴ നമുക്കൊരു വിഷയമല്ല, നമുക്ക് സാമ്യം കണ്ടാൽ മതി. ഇനിയിപ്പോ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ കാണാലോ അല്ലെ? അത് കാണാം. നന്ദിയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. നല്ല തിരക്കാണ്. ഇവിടെ എത്തിയപ്പോഴാണ് തിരക്ക് കൂടി. നടപ്പന്തലിലെ ചെറിയ തിരക്ക് മാത്രല്ല. അതെ 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 അതെ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ മലകയറ്റം? അടിപൊളിയാണോ? അയ്യപ്പനെ കണ്ട എന്താ പറയാ? എന്തായാലും കുട്ടികളുടെ മുഖത്തൊക്കെ സന്തോഷമുണ്ട്. വലിയ തിരക്ക് ഈ കാനനപാതയിൽ എവിടെയുമില്ല. പക്ഷേ നടപ്പന്തലിൽ അല്പസമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞാൽ സുഗമമായിട്ടുള്ള മലകയറ്റവും ദർശനവുമാണ് ഭക്തർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ ഏകദേശം 60,000-ഓളം പേര് ഇന്ന് മാത്രം ദർശനം നടത്തി മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ 6 ലക്ഷത്തിലധികം പേരാണ് സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് മടങ്ങിയത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥലത്ത് നിന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത്.